ഹലോ എവരി വൺ. അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഒരു ലേസി മോർണിംഗ് ആണ്. ഞങ്ങൾ രാവിലെ ലേസി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് തട്ടിക്കൂട്ടാന്ന് വിചാരിച്ചു. ബ്രെഡ് ടോസ്റ്റും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ജാമൊക്കെ തേച്ച് കട്ടനൊക്കെ ആയിട്ട് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പം ടോസ്റ്റ് ചെയ്തവരെ വീഡിയോ എടുത്തുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും വീഡിയോ എടുത്തില്ല. പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഉച്ചക്കാലത്തെ വെച്ച് കുറച്ച് ഗ്രാൻഡ് ആക്കാമെന്ന് വെച്ചു. അപ്പോൾ അത് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് റോഡിലോട്ട് ഇറങ്ങുന്നുള്ള വഴി. അപ്പോൾ ഇവിടെ നിന്ന് നേരെ നമ്മൾ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ കയറി അത്യാവശ്യം കുറച്ച് പച്ചക്കറികളൊക്കെ മേടിച്ചു. നമ്മൾ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പച്ചക്കറിയൊക്കെ മേടിച്ചു. പിന്നെ ബിരിയാണിക്ക് ആവശ്യമുള്ള പിന്നെ കെച്ചപ്പ്, മാഗി ക്യൂബ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ പൊടികളൊക്കെ അത്യാവശ്യം ഞങ്ങൾ ഹോസ്റ്റലിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഇതാണ് മടപ്പള്ളി സ്കൂൾ. മടപ്പള്ളി സ്കൂളിൻ്റെ അടുത്താണ് ഞങ്ങളുടെ ഹോസ്റ്റലുള്ളത്. അപ്പോൾ ഞങ്ങൾ നേരെ ചെമ്മീൻ മേടിക്കാൻ പോവുക. അപ്പോൾ വെയിലത്ത് ഉച്ച സമയമൊക്കെ ആയതുകൊണ്ട് എനിക്കൊന്ന് 11-12 മണിയായ സമയമായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരും കുഴഞ്ഞ് ജ്യൂസ് മേടിച്ചു. ഞാൻ പൈനാപ്പിൾ, അവർ 2 പേരും മൂസമ്പി ജ്യൂസ്. അങ്ങനെ ഹോസ്റ്റലിലേക്കുള്ള ചൂലും സാധനങ്ങളൊക്കെ മേടിച്ച് ഹോസ്റ്റലിലേക്ക് എത്തി. ചെമ്മീൻ വൃത്തിയാക്കാനുള്ള പരിപാടിയായിരുന്നു. ഞാൻ ചെമ്മീൻ വൃത്തിയാക്കുന്നു, ഒരാൾ അപ്പുറത്തിരുന്നു ഉള്ളി അരിയുന്നു, വേറൊരാൾ അവിടെ നിന്ന് ബിരിയാണി അരി കഴുകുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അരിയുടെ കറികളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡിൽ കൂടി ഞങ്ങൾ എണ്ണ ഒഴിച്ചു, അതിൽ നെയ്യ് ഒഴിച്ചു. നെയ്യും കൂടെ ഒഴിച്ച് സവാള വഴറ്റുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം തക്കാളി ചോറ് ഉണ്ടാക്കുകയാണെങ്കിലും ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിലും ഫസ്റ്റ് എണ്ണ ഒഴിച്ചിട്ട് നെയ്യ് ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ അതിനകത്ത് നമ്മുടെ പെരിഞ്ചീരകം, പട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് പിന്നെ സവാള, പച്ചമുളക് അതെല്ലാം കൊട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് പെട്ടെന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ അതെല്ലാം ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഈ സൺഡേസൊക്കെയാണ് ബിരിയാണി ഉണ്ടാക്കാറ്. ബാക്കിയുള്ള ദിവസമൊക്കെ എന്തെങ്കിലും തട്ടിക്കൂട്ടിലൊക്കെ ആയിരിക്കും ഡിന്നർ എന്ന് പറയുന്നത്. കാരണം ഓഫീസിൽ ഞങ്ങൾക്ക് രാവിലത്തെ ഫുഡും ഉച്ചക്കാലത്തെ ഫുഡും കിട്ടും. രാത്രി മാത്രം ഞങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. പിന്നെ ഉള്ളിക്കകത്ത് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തു. മുന്നേ ഞങ്ങൾ ജിഞ്ചറും ഗാർലിക്കൊക്കെ മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് എന്നിട്ട് അത് മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യാറ്. പക്ഷേ പിന്നെ എപ്പോഴും കുക്ക് ചെയ്യാത്തതുകൊണ്ട് അതിവിടെ കിടന്ന് ചീത്തയായിപ്പോൾ. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ പേസ്റ്റാണ് മേടിക്കാറ്. പിന്നെ അതിനകത്ത് ക്യാരറ്റ് എല്ലാം കൂടി സോട്ട് ചെയ്യണം ഒരാൾ. പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടി ഞാൻ നമ്മുടെ ചെമ്മീൻ മസാലയൊക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തിയല്ലോ. മറ്റേ കഴിഞ്ഞ വീഡിയോസിൽ കാണുമ്പോൾ മനസ്സിലാവും മറ്റേ മെഹന്തി ഇട്ട ആർട്ടിസ്റ്റാണ് അശ്വതി. കൂടെ ഒരാൾ അതുല്യുണ്ട്. അതുല്യനെ ഇതുവരെയും കാണിച്ചിട്ടില്ല. മറ്റേ കഴിഞ്ഞ വീഡിയോയിൽ ഫൈനൽ പിക്കിലുണ്ടായിരുന്നു. പിന്നെ ഇനിയുള്ള വീഡിയോസിൽ നിങ്ങൾക്ക് കാണാം അവരെ. അങ്ങനെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കൂടി നമ്മുടെ ചെമ്മീൻ മിക്സ് ചെയ്ത് വെച്ചു. അത്യാവശ്യം നമ്മൾ സാധാരണ ഇടുന്ന പൊടികളൊക്കെ തന്നെ. പിന്നെ എക്സ്ട്രാ ഞങ്ങൾ ചിക്കൻ മസാല വെക്കും എല്ലാത്തിനും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതൊന്ന് ഫ്രൈ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിയെല്ലാം വഴണ്ടി സെറ്റായിട്ടുണ്ട്. പിന്നെ ചെമ്മീൻ എണ്ണ ഒഴിച്ച് നേരത്തെ പോലെ പ്രോസസ്സ് തന്നെ എണ്ണ ഒഴിച്ച് നെയ്യ് ഒഴിച്ച് അതിൻ്റെ കൂടെ തന്നെ ചെമ്മീൻ ഇട്ട് ഫ്രൈ ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ കൊഞ്ചെന്നാണ് പറയാറ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ചെമ്മീൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പറയുന്ന പോലെ തോന്നുന്നു എനിക്ക്. അങ്ങനെ അതെല്ലാം ഫ്രൈ ചെയ്ത് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ച് അതിൻ്റെ പുറത്ത് ഞങ്ങൾ മറ്റേ പെരിഞ്ചീരകം ഇട്ടിട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഇതെല്ലാം ഫ്രൈ ചെയ്ത് സൈഡിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം അതിൻ്റെ ഇടയ്ക്കൂടി ഞങ്ങൾ മറ്റേ കാഷ്യൂ എല്ലാം ഫ്രൈ ചെയ്ത് വെച്ചായിരുന്നു കേട്ടോ. കാഷ്യൂ മറ്റേ നെയ്യിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചു. പിന്നെ കുറച്ച് സവാളയും നെയ്യ് ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്ത് വെച്ചു നമുക്ക് ബിരിയാണിക്കകത്ത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ചെമ്മീൻ വറുത്ത എണ്ണയ്ക്കകത്ത് തന്നെ നമ്മൾ മറ്റേ നേരത്തെ സോട്ട് ചെയ്ത് വെച്ചിരുന്ന സവാളയും ക്യാരറ്റൊക്കെ ഇല്ലേ അതിട്ടിട്ട് അതിനകത്ത് മറ്റേ ബാക്കിയുള്ള പൊടികളുണ്ട്, മുളക് പൊടി, ഗരം മസാല അങ്ങനത്തെ പൊടികൾ. ഇത് ആക്ച്വലി കുക്കിംഗ് വ്ളോഗല്ല, ഞങ്ങളൊരു ചെറിയ മിനി വ്ളോഗാണ്. അപ്പോൾ പിന്നെ ഇടുന്ന എന്താണെന്ന് വെച്ചാൽ അങ്ങ് ജസ്റ്റ് ഷോർട്ടാക്കി പറയുന്നതേ ഉള്ളൂ. അങ്ങനെ അതെല്ലാം ഇട്ടൊന്ന് ഷോർട്ടാക്കി പിന്നെ ഞങ്ങൾ സൈഡിൽ കൂടെ വെള്ളം ചൂടാക്കുന്നുണ്ടാണ്. ചൂടുവെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരാൾ അപ്പുറത്തൂടെ അങ്ങനെ പണി ചെയ്യുന്നുണ്ട്. പിന്നെ ഇതെല്ലാം ചെയ്യുമ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് സൈഡിൽ കൂടെ കഥ പറയുന്നു, മ്യൂസിക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കേട്ട് കാരണം സൺഡേസ് ആണല്ലോ നമ്മൾ ഫ്രീ ആവുന്നത്. ആ ടൈമിൽ ആണ് നമ്മളെല്ലാ വീട്ടിലെ കാര്യവും എല്ലാ കാര്യവും പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് തക്കാളി മിക്സ് ചെയ്ത് അരച്ച് വെച്ചിരുന്നു. തക്കാളി പ്യൂരി ആഡ് ചെയ്ത് അതുകൂടെ സോട്ട് ചെയ്ത് വെച്ചു. പിന്നെ നമ്മൾ ഇന്നലെ രാവിലെ മേടിച്ച മാഗി ക്യൂബ്സ്
മാഗി ക്യൂബ്സ് ഇടണമായിരുന്നു. അതും പിന്നെ നമ്മുടെ കെച്ചപ്പ് ഇതെല്ലാം കൂടെ ചെയ്ത് അതും അതിൻ്റെ കൂടെ മിക്സ് ചെയ്തു. അതിൻ്റെ സൈഡിൽ കൂടെ നമ്മുടെ മറ്റേ അരി വേവിച്ചത് ഊറ്റുന്നുണ്ടായിരുന്നു. അത് ഊറ്റി അവിടെ സൈഡിൽ വെച്ചു. നമ്മളെല്ലാം ഒന്നും വീഡിയോ എടുത്തില്ല, അത്യാവശ്യം കുറച്ച് ഷോർട്സ് മാത്രമേ എടുത്തിട്ടുള്ളായിരുന്നു. കാരണം ഫസ്റ്റ് ടൈം ആണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്, വീഡിയോ ചെയ്യുന്നത്. കുക്കിംഗ് നമ്മൾ എല്ലാ സൺഡേസൊക്കെ അത്യാവശ്യം നല്ലപോലെ ചെയ്യാറുണ്ട്. പിന്നെ ഈവനിങ് എന്തെങ്കിലും ചപ്പാത്തി കറി അങ്ങനത്തെയൊക്കെ ആയിരിക്കും. അങ്ങനെ അത് ചൂടുവെള്ളമെല്ലാം ഒഴിച്ച് കറി ഗ്രേവി സെറ്റായിട്ടുണ്ട്. അപ്പം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ അതിനകത്തിട്ട് അതും സെറ്റാക്കി മാറ്റി വെച്ച്. ഇനി നമുക്ക് അരി ഇട്ട് ദം ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ദമ്മിടുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഗ്രേവി എല്ലാം ഓൾറെഡി സെറ്റായല്ലോ. പിന്നെ ദമ്മിടാൻ പുതിയ പാൻ നമ്മളെടുത്തു. അതിൽ നേരത്തെ പോലെ തന്നെ കുറച്ച് എണ്ണയും കുറച്ച് നെയ്യും ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഓൾറെഡി സെറ്റാക്കി വെച്ച ഗ്രേവി ഉണ്ടല്ലോ അത് ഫസ്റ്റ് അതൊന്ന് ഒഴിക്കുക. പിന്നെ നമ്മൾ മറ്റേ ഊറ്റി വെച്ചിരുന്ന ചോറ് അതതിൻ്റെ മുകളിലോട്ട് ഇടുക. പിന്നെ നമ്മൾ മറ്റേ ചെയ്ത് വെച്ച കാഷ്യൂസ്, റോസ്റ്റ് ചെയ്ത് വെച്ച കാഷ്യൂസ്, റോസ്റ്റ് ചെയ്ത് വെച്ച സവാള അതെല്ലാം കൂടെ മുകളിലൊന്ന് ഗാർണിഷ് ചെയ്തതിന് ശേഷം പിന്നെയും സെയിം പ്രോസസ്സ്. ഗ്രേവി ഒഴിക്കുന്നു, ചോറിടുന്നു, നമ്മുടെ കാഷ്യൂസ് ഇടുന്നു, ഉള്ളി ഇടുന്നു, സവാള ഇടുന്നു. അങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ അടച്ച് വെച്ച് വേവിച്ചായിരുന്നു കേട്ടോ. നമ്മൾ ഈ ഇട്ട് വെച്ചത് മാത്രമേ വീഡിയോ എടുത്തുള്ളൂ. അടച്ച് വെച്ച് വേവിച്ചൊന്നും പിന്നെ വീഡിയോ എടുക്കാൻ മറന്നേ. മുകളിൽ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് മിക്സ് ചെയ്താണ് ഞങ്ങൾ എടുത്തത്. മിക്സ് ചെയ്തെടുത്ത് വേറെ പ്ലേറ്റിൽ സെർവ് ചെയ്ത സമയത്ത് ഓർത്തെ അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. പിന്നെ സെർവ് ചെയ്തത് മാത്രം വീഡിയോ എടുത്ത്. അപ്പം ഞങ്ങൾ 3 പേര് കഴിച്ചു. നല്ല സെറ്റ് ബിരിയാണി ആയിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ഞങ്ങളുടെ ഒരു സൺഡേ വ്ളോഗ് എന്ന് പറയുന്നത്. രാവിലെ എണീക്കുന്നു, ഇങ്ങനെ ഉച്ചക്കലത്തെ ആയിരിക്കും മിക്കപ്പോഴും ഞങ്ങൾ ഗ്രാൻഡ് ആക്കുന്നത്. രാവിലെ ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. പിന്നെ രാത്രിത്തേക്കും കൂടെ ചേർത്തിട്ടായിരിക്കും ഞങ്ങൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കാറ്. ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ. പിന്നുള്ളത് പിന്നെ ഈവനിങ് ഞങ്ങൾക്ക് ബാക്കി തുണി കഴിവാനും അങ്ങനത്തെ കൊച്ചു പരിപാടികളായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ, സീ യു സൂൺ.